കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചിത്രകല ആഴത്തിലറിയാം എന്നൊരു പുസ്തകം നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. എന്താണ് പുസ്തകത്തിൻ്റെ സ്പെഷ്യാലിറ്റി? ഈ പുസ്തകത്തിലൂടെ എങ്ങനെയാണ് വീഡിയോസ് കാണാനായിട്ട് സാധിക്കുക? ഈ പുസ്തകത്തിൽ എങ്ങനെയാണ് വരച്ച് പഠിക്കാനായിട്ട് സാധിക്കുക? പുസ്തകം എവിടെ നിന്നാണ് വാങ്ങാൻ കിട്ടുക എന്നുള്ള ഡൗട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ഇൻഫർമേഷനും അതുകൂടാതെ പുസ്തകം എഴുതാനുണ്ടായ സാഹചര്യം, ആ ഒരു കഥയും കൂടിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. സോ ആദ്യം പുസ്തകത്തിനെ കുറിച്ച് പറഞ്ഞുതരാം. സിംപ്ലി ഇത് മലയാളത്തിൽ ചിത്രകലയെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി, ചിത്രകല പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി മലയാളത്തിൽ എഴുതി തയ്യാറാക്കിയ ഒരു പുസ്തകമാണ്. ഇതിന് കുറച്ച് സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. ആദ്യത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഒരു പ്രീമിയം പ്രൊഡക്റ്റാണ്. ഒരു നോർമൽ ബുക്കിൻ്റെ പോലെയുള്ള ക്വാളിറ്റി അല്ല ബുക്കിനുള്ളത്. ഈ ബുക്കിൻ്റെ ഓരോ പേജസും 120 GSM നാച്ചുറൽ ഷെയ്ഡ് പേപ്പറിലാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പുസ്തകത്തിൻ്റെ അകത്ത് വരയ്ക്കാനായിട്ട് സാധിക്കും, പെൻസിൽ ഡ്രോയിങ്ങുകൾ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഓരോ ചാപ്റ്ററിലും നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പഠന പ്രവർത്തനങ്ങൾ, നിങ്ങൾക്ക് പുസ്തകത്തിൻ്റെ അകത്ത് വരച്ച് പഠിക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. സോ ഈ പുസ്തകം വാങ്ങിച്ചു കഴിഞ്ഞാൽ വേറൊരു ബുക്ക് നിങ്ങൾക്ക് വരച്ച് പഠിക്കാനായിട്ട് വാങ്ങേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ അകത്ത് തന്നെ ഓരോ പഠന പ്രവർത്തനങ്ങളിലും നിങ്ങൾക്ക് വരച്ച് പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ആദ്യത്തെ സ്പെഷ്യാലിറ്റി. രണ്ടാമത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മലയാള ഭാഷയിലാണ് പുസ്തകം എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ വായിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കടുകട്ടിയുള്ള മലയാള ഭാഷയൊന്നല്ല, നമുക്കൊക്കെ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള മലയാള ഭാഷയിലാണ് പുസ്തകം എഴുതി തയ്യാറാക്കിയിട്ടുള്ളത്. മൂന്നാമത്തെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ, ഈ പുസ്തകത്തിൻ്റെ ആദ്യത്തെ പേജിൽ ഒരു QR കോഡ് ഉണ്ട്. അത് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ, അത് മൊബൈൽ ഉപയോഗിച്ചിട്ട് QR കോഡ് റീഡ് ചെയ്യുക. അത് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നൊരു ഫോമിൽ നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് ചോദിക്കും. ആ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഫോമിൽ ഫില്ല് ചെയ്ത ഇമെയിൽ ID-യിലേക്ക് ഈ പുസ്തകത്തിൻ്റെ അകത്ത് 8 ചാപ്റ്ററാണുള്ളത്. 8 ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട 8 വീഡിയോസ് ഇമെയിൽ ID-യിലേക്ക് ഒരു ലിങ്കായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് മലയാളം വായിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ, ചില കോൺസെപ്റ്റുകൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ, വീഡിയോ രൂപത്തിൽ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോസ് കാണാനായിട്ട് സാധിക്കും. ഇങ്ങനൊരു വീഡിയോ ഉൾപ്പെടുത്തിയത് എന്തിനാണെന്നും കൂടി പറഞ്ഞുതരാം. നിങ്ങളുടെ പഠനം കുറച്ചും കൂടി എളുപ്പത്തിലാക്കാൻ വേണ്ടിയിട്ടാണ് മെയിൻലി. അതുകൂടാതെ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകളും ഓഫ്ലൈൻ ക്ലാസ്സുകളിലും ഫീ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കും കൂടി ചിത്രകല പഠിക്കാൻ ഒരു സാഹചര്യം ഒരുക്കി തരികയാണ് ചിത്രകല ആഴത്തിലറിയാം എന്ന പുസ്തകത്തിലൂടെ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 350 രൂപയാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും റേറ്റ് കുറഞ്ഞിട്ടാണ് ഈ പുസ്തകം നമ്മൾ സെല്ല് ചെയ്യുന്നത്. അതുകൂടാതെ നിങ്ങൾക്ക് പുസ്തകത്തിൻ്റെ അകത്ത് വീഡിയോസ് കാണാനും മലയാളത്തിൽ ഇൻഫർമേഷൻസ് വായിച്ച് പഠിക്കാനും, കൂടാതെ പുസ്തകത്തിൻ്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് ഡ്രോയിങ് ചെയ്യാനും സാധിക്കും. ഈ പുസ്തകം എങ്ങനെയാണ് വാങ്ങിക്കാനായിട്ട് സാധിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പുസ്തകം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ക്രാഫ്റ്റ് സ്റ്റേഷനാണ്. നമ്മുടെ കൊച്ചിയിലുള്ള ഭാരതമാതാ കോളേജിൻ്റെ ഫ്രണ്ടിലാണ് ക്രാഫ്റ്റ് സ്റ്റേഷൻ എന്നുള്ള ഷോപ്പ് ഉള്ളത്. ആ ഷോപ്പിൽ നേരിട്ട് പോയിട്ടോ ഓൺലൈനായിട്ട് കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് പുസ്തകങ്ങൾ വാങ്ങിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഈ പുസ്തകം എഴുതാനുണ്ടായ സാഹചര്യം, ആ ഒരു കഥയാണ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമസ്കാരം, എൻ്റെ പേര് സച്ചിൻ. ഐ ആം എൻ ആർട്ടിസ്റ്റ് ആൻഡ് ഐ ഹാവ് എ ഡ്രീം. വെൽക്കം ടു അവർ ആർട്ട് ചാനൽ. ഈ ഒരു ഡയലോഗ് പറയുന്ന സമയത്ത്, ഐ ഹാവ് എ ഡ്രീം എന്ന് പറയുന്ന സമയത്ത് സത്യത്തിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. അതിൽ കുറേയൊക്കെ നമ്മളിപ്പോൾ അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഇനിയും അച്ചീവ് ചെയ്യാത്ത ഒരുപാട് ബിഗ് ആയിട്ടുള്ള ഡ്രീംസ് എൻ്റെ ലൈഫിലുണ്ട്. സോ അതിൽ അച്ചീവ് ചെയ്ത വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഡ്രീമായിരുന്നു സ്വന്തമായിട്ടൊരു ബുക്ക് പബ്ലിഷ് ചെയ്യുക എന്നുള്ളത്. 2014 ജീവിതത്തിലൊരു ക്രൈസിസ് ഉണ്ടായിരുന്ന സമയത്ത് ചെറിയൊരു ഡിപ്രഷൻ പീരീഡൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ലൈഫ് മൊത്തത്തിലൊന്ന് റീതിങ്ക് ചെയ്ത് 2015 കുറച്ചും കൂടി നല്ല രീതിയിൽ ജീവിക്കണം, പഴയ പോലെ പോരാ, കുറച്ചും കൂടി എൻ്റെ ടാലൻ്റൊക്കെ നല്ല രീതിയിൽ വർദ്ധിപ്പിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് ലൈഫിൽ ഡ്രീംസും ഗോൾസും എല്ലാം സെറ്റ് ചെയ്യുന്നത്. 2015 വർഷത്തെ ആദ്യ മാസങ്ങളിൽ ഒരു രാത്രി ഒരു A4 പേപ്പർ എടുത്തു, രണ്ടാക്കി മടക്കി അതിലൊരു സൈഡിൽ എൻ്റെ ഷോർട്ട് ടൈം ഗോൾസും മറ്റേ സൈഡിൽ ലോങ് ടൈം ഗോൾസും എഴുതി. അവിടെ നിന്നുമാണ് എൻ്റെ ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അതിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഡ്രീമായിരുന്നു ബുക്ക് പബ്ലിഷ് ചെയ്യാന്നുള്ളത്. പക്ഷേ എഴുതുന്ന സമയത്ത് ഞാൻ വിചാരിച്ചിരുന്നത് 5-8 മാസം കൊണ്ട് എനിക്കത് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നായിരുന്നു. സോ അതിന് എത്രത്തോളം ഹാർഡ് വർക്ക് ഉണ്ടെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. സോ കഥയിലേക്ക് കിടക്കാം. അതിൽ എഴുതിയിരുന്ന ഒരുപാട് കാര്യങ്ങളൊന്നായിരുന്നു ആ ബുക്കിൻ്റെ ഡ്രീം എന്ന് പറഞ്ഞല്ലോ. അത് എഴുതുന്ന സമയം എനിക്ക് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല ബുക്ക് എങ്ങനെ പബ്ലിഷ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ. അതിനെക്കുറിച്ച് പഠിക്കണം, എവിടെ നിന്ന് പഠിക്കണം എന്ന് എനിക്കറിയില്ല. കേരളത്തിൽ എനിക്ക് ബുക്ക് പബ്ലിഷ് ചെയ്യുന്ന കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്ത ഫ്രണ്ട്സും കാര്യങ്ങളൊന്നുമില്ല. അതിനെക്കുറിച്ച് ഇൻഫർമേഷൻ കിട്ടാനായിട്ട് യാതൊരു ഐഡിയ ഇല്ല. സോ എന്ത് ചെയ്യും? എനിക്കുണ്ടായിരുന്ന ഒരേ ഒരു മാർഗം ഫേസ്ബുക്കായിരുന്നു. ഫേസ്ബുക്കിൽ ബുക്കുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരുപാട് ഗ്രൂപ്പ്സ് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി.
ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഒരു ദിവസം ഇരുന്ന് ഫേസ്ബുക്കിലുള്ള ബുക്ക് പബ്ലിഷിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത അല്ലെങ്കിൽ എഴുത്തുമായിട്ട് റിലേറ്റ് ചെയ്ത പോയട്രി സ്റ്റോറീസുമായിട്ട് റിലേറ്റ് ചെയ്ത ചില ഓതേഴ്സ് ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരുപാട് ഗ്രൂപ്പ്സ് ഉണ്ട്. ഈ പറഞ്ഞ ഗ്രൂപ്പ്സ് എല്ലാം ഞാൻ ഫേസ്ബുക്ക് കണ്ടുപിടിച്ച് സെർച്ച് ചെയ്ത് ലിസ്റ്റ് ചെയ്തു. അതിൽ ചില ഗ്രൂപ്പ്സിൽ ഒരുപാട് മെമ്പേഴ്സുള്ള ഗ്രൂപ്പുണ്ട്, ചില ഗ്രൂപ്പ്സ് മെമ്പേഴ്സ് കുറവാണെങ്കിലും ആക്റ്റീവ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ഞാൻ ലിസ്റ്റ് ചെയ്ത് ഒരു എക്സൽ ഷീറ്റിൻ്റെ അകത്തായിട്ട് ആക്റ്റീവ് ആയിട്ടുള്ള ഗ്രൂപ്പുകൾ ഞാൻ സോർട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി ചില ഗ്രൂപ്പുകൾ നല്ല രീതിയിൽ ആക്റ്റീവ് ആയിട്ടുള്ളതുണ്ട്, അതുകൂടാതെ ഒരുപാട് മെമ്പേഴ്സുള്ള ഗ്രൂപ്പുകളുണ്ട്. അതിലേക്കൊക്കെ ഞാൻ ചറവറ ജോയിനിങ് റിക്വസ്റ്റ് കൊടുത്തു. കുറേ ഗ്രൂപ്പൊക്കെ എന്നെ ആക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ ഞാൻ ബുക്ക് പബ്ലിഷിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത ഗ്രൂപ്പ്സിലേക്ക് കയറിപ്പറ്റി. അതിലേക്ക് കയറിപ്പറ്റിയ സമയത്ത് എന്നെ അറിയുന്ന ആരും അതിൻ്റെ അകത്തില്ല. ഒരുപാട് ഇംഗ്ലീഷുകാരും ഒരുപാട് നോർത്ത് ഇന്ത്യൻസും ഒക്കെയാണ് ബുക്ക് പബ്ലിഷിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ട ഗ്രൂപ്പിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത്. പതിയെ പതിയെ അവരുടെ ഡിസ്കഷൻസ് ഒബ്സർവ് ചെയ്യാനായിട്ട് തുടങ്ങി. അതിലെ ബുക്ക് പബ്ലിഷ് ചെയ്ത ഓതേഴ്സിനെ ഫോളോ ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ അങ്ങനെയാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻസ് ഞാൻ കളക്ട് ചെയ്യുന്നത്. 2015 ഇതൊക്കെ നടക്കുന്നത്. അതുകൂടാതെ രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ ചെയ്തത്, ആമസോണിൽ സെർച്ച് ചെയ്തു പോയട്രി ബുക്കുകൾ. എന്നിട്ട് ഇന്ത്യക്കാർ പബ്ലിഷ് ചെയ്ത പോയട്രി ബുക്കുകൾ ഞാൻ വാങ്ങിച്ചു, കാശ് കൊടുത്ത് വാങ്ങിച്ചു. അത് വാങ്ങിച്ച് എൻ്റെ കയ്യിൽ കിട്ടുന്ന സമയത്ത് ഞാൻ ആദ്യം നോക്കിയത് ആ ബുക്കിൻ്റെ ഓതറിൻ്റെ നെയിമാണ്. എന്നിട്ട് അത് ഫേസ്ബുക്കിൽ സെർച്ച് ചെയ്ത് അവരുടെ പ്രൊഫൈൽ കണ്ടുപിടിച്ച് ആ ബുക്കിനെ കുറിച്ചൊരു ചെറിയൊരു റിവ്യൂ എഴുതി അവർക്ക് ഞാൻ പേഴ്സണൽ മെസ്സേജ് അയച്ചു. എന്താ ഗുണമെന്ന് വെച്ചാൽ അങ്ങനെ പേഴ്സണൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അവർ നമുക്ക് തിരിച്ച് റിപ്ലൈ ചെയ്യും. അപ്പോൾ നമുക്ക് നമ്മുടെ എക്സ്ട്രാ ഡൗട്ടുകളൊക്കെ അവരുടെ അടുത്ത് ചോദിച്ച് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. ആ ഒരു മെത്തേഡാണ് ഞാൻ സ്വീകരിച്ചത്. ഈ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. ഇന്ത്യയിലുള്ള ബിഗ്ഗസ്റ്റ് പബ്ലിഷേഴ്സ് ഏതൊക്കെയാണ്, വേൾഡ് വൈഡുള്ള ബിഗ്ഗസ്റ്റ് പബ്ലിഷേഴ്സ് ഏതൊക്കെയാണ്, അവരെങ്ങനെയൊക്കെയാണ് ബുക്ക് പബ്ലിഷ് ചെയ്യുക, അതിൻ്റെ റോയൽറ്റി എന്താണ്, അങ്ങനെ ഒരുപാട് കാര്യം ഒരുപാട് ഇൻഫർമേഷൻസ് ഞാൻ അങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നു. ആ ഒരു സമയത്താണ് പമീല മാത്യൂസ്, ഏകദേശം 50-55 അതിനേക്കാൾ കൂടുതൽ വയസ്സുള്ള ഒരു എഴുത്തുകാരിയാണ് പമീല മാത്യൂസ്. അമേരിക്കയിലാണ് ജീവിക്കുന്നത്. പുള്ളിക്കാരിനെ പരിചയപ്പെടുന്നത്. ഇതുപോലെ ഏതൊരു ഗ്രൂപ്പിൽ ബുക്ക് പബ്ലിഷിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്കഷൻ വന്ന സമയത്ത് അതിൻ്റെ താഴെ സെൽഫ് ബുക്ക് പബ്ലിഷിംഗ് എന്നൊരു ടോപ്പിക്കിൽ ഡിസ്കഷൻ വന്നായിരുന്നു. അപ്പോൾ ആ ഡിസ്കഷൻ കണ്ട സമയത്ത് എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. ഇങ്ങനൊരു സംഭവം ഉണ്ടോ, സെൽഫായിട്ട് നമുക്ക് ബുക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റുമോ, ഒരു പബ്ലിഷറും ഇല്ലാതെ നമുക്ക് സ്വന്തമായിട്ട് ബുക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യത്തിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. അതിൻ്റെ താഴെ ബുക്കും എങ്ങനെ മാർക്കറ്റ് ചെയ്യണം, എങ്ങനെ ചെയ്യാന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ നല്ല രീതിയിൽ ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അതിൽ ഡിസ്കഷൻ ഹാൻഡിൽ ചെയ്തെന്ന ഒരാളായിരുന്നു പമീല മാത്യൂസ്. ഞാൻ പുള്ളിക്കാരിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചു. ഞാൻ എൻ്റെ കാര്യങ്ങൾ സംസാരിച്ചു. ഞാൻ ബുക്ക് ചെയ്യാനായിട്ട് പ്ലാൻ ഉണ്ട്, എനിക്കത് പബ്ലിഷ് ചെയ്യണമെന്നാണ് ആഗ്രഹം, പക്ഷേ എനിക്ക് സപ്പോർട്ടും കാര്യങ്ങളൊന്നുമില്ല, ഇതിനെക്കുറിച്ച് ഒന്നും എനിക്കറിയില്ല, ഉള്ളത് സ്വപ്നം മാത്രമേ ഉള്ളൂ, ആ പാഷനും മാത്രമേ ഉള്ളൂ. പുള്ളിക്കാരി എന്നെ ഒരുപാട് കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്തു. എന്താണ് സെൽഫ് പബ്ലിഷിങ്, അവരുടെ രാജ്യത്തുള്ള സെൽഫ് പബ്ലിഷിങ് കമ്പനീസ് എന്തൊക്കെയാണ്, അവരാദ്യമായിട്ട് എങ്ങനെയാണ് ബുക്ക് പബ്ലിഷ് ചെയ്തത്, അതിൻ്റെ ഓരോ സ്റ്റെപ്സ് എങ്ങനെയാണ്, എങ്ങനെ കവർ ഡിസൈനിങ് ചെയ്യാം, എങ്ങനെ ബുക്ക് എഴുതാം, അതിങ്ങനെ ഡിജിറ്റൽ കോപ്പി ആയിട്ട് മാറ്റാം, പ്രിൻ്റ് ചെയ്യാൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഡിസൈൻ ഏത് സൈസിൽ ചെയ്യണം, കൂടാതെ ആ ബുക്കിൻ്റെ A to Z കാര്യങ്ങൾ എൻ്റെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഈ 2015 കാലഘട്ടത്തിൽ ഞാൻ പബ്ലിഷ് ചെയ്യാൻ പ്ലാൻ ഇട്ടിരുന്നത് ഒരു ആർട്ട് ബുക്ക് അല്ലായിരുന്നു, എ ഫ്രണ്ട്ഷിപ്പ് ടെയിൽ. എൻ്റെ ലൈഫിനെ ഒരുപാട് സ്വാധീനിച്ചൊരു സ്റ്റോറിയുണ്ട്. 2 ഫ്രണ്ട്സിൻ്റെ സ്റ്റോറിയാണ്. പോയട്രി സീരീസായിട്ടും പെയിൻറ്റിങ്സ് ആയിട്ടും ഡ്രോയിങ്സും ആയിട്ടും എൻ്റെ പ്രൊഫൈലുകളിൽ, എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പ്രൊഫൈലുകളിലും യൂട്യൂബിലൊക്കെ നിങ്ങൾ ആ കാര്യങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഫ്രണ്ട്ഷിപ്പ് ടെയിൽ എന്ന് പറയുന്ന പെയിൻറ്റിങ്സിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാവും. സോ അതിൻ്റെ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യണമെന്നായിരുന്നു എനിക്ക് ആഗ്രഹം. അതുമായിട്ട് ബന്ധപ്പെട്ട ഏകദേശം 100ഓളം പോയട്രീസ് ഇംഗ്ലീഷിലാണ് അത് ഞാൻ എഴുതിയിരുന്നു. അതുകൂടാതെ ഏകദേശം 100-ൽ കൂടുതൽ ഡ്രോയിങ്സ് ഞാൻ വരച്ച് കംപ്ലീറ്റ് ആക്കി വെച്ചിരുന്നു. സോ ഇതെല്ലാം ഒരു കുഞ്ഞ് ബുക്കായിട്ട് പോയട്രി പ്ലസ് ഡ്രോയിങ് അവരുടെ 2 ഫ്രണ്ട്സിൻ്റെ ഒരു സ്റ്റോറി പോലെ മുന്നോട്ട് പോകുന്നൊരു ബുക്കായിട്ട് പബ്ലിഷ് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ അടുത്ത് ഞാൻ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ പതിയെ പതിയെ ആ ബുക്ക് എഴുതി അതുകൊണ്ട് ഞാൻ അഡിക്റ്റായി മാറി, ആ ഒരു എഴുത്തിനോട് ഞാൻ അഡിക്റ്റായി മാറി. പിന്നീടാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ ആക്ച്വലി ആ ഫ്രണ്ട്ഷിപ്പ് ടെയിൽ എന്ന ബുക്ക് പബ്ലിഷ് ചെയ്യുന്ന മൊമെൻറ്റിനേക്കാളും എൻജോയ് ചെയ്യുന്നൊരു കാര്യം അത് എഴുതുന്നതിലാണ്. ആ എഴുത്ത് നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആ കാര്യം എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അത്ര ഇമോഷണലി കണക്റ്റഡ് ആയിരുന്നു ആ ബുക്ക് ഞാനുമായിട്ട്. അതുകൊണ്ട് തന്നെ ലൈഫിലൊരു മൊമെൻറ്റിൽ ഞാൻ തീരുമാനം എടുക്കുകയാണ്, ആ ബുക്ക് ഇപ്പോൾ ഞാൻ പബ്ലിഷ് ചെയ്യുന്നില്ല. കാരണം ഇപ്പോൾ അതിനൊരു എൻഡിങ് എഴുതാനായിട്ട് എനിക്ക് സാധിക്കില്ല. എത്ര ആലോചിച്ചിട്ടും ആ ബുക്ക് എങ്ങനെ അവസാനിപ്പിക്കുമെന്ന് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ഞാൻ തീരുമാനിച്ചു ആ ബുക്ക് അവസാനിപ്പിക്കണ്ട, ആ ബുക്ക് അവിടെ തന്നെ ഇരിക്കട്ടെ.
എനിക്ക് വീണ്ടും വീണ്ടും എഴുതണം, എനിക്ക് വീണ്ടും വീണ്ടും വരയ്ക്കണം, എനിക്ക് വീണ്ടും വീണ്ടും അതിൽ പോയട്രീസ് ഉണ്ടാക്കണം, ആ ബുക്ക് അങ്ങനെ മുന്നോട്ട് പോകണം. സോ ഞാൻ പ്ലാനുകൾ മാറ്റി ഫ്രണ്ട്ഷിപ്പ് ടെയിൽ എന്ന ബുക്ക് പബ്ലിഷ് ചെയ്യേണ്ടതെന്ന് തീരുമാനിച്ചു. അപ്പോഴേക്കും എനിക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ട് ഇത്രയും വർഷങ്ങളായിട്ട്. 2015 അവസാനമൊക്കെ ആയപ്പോഴേക്കും ഞാൻ ഓർഫനേജിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് ആർട്ട് ക്ലാസ് എടുക്കാനായിട്ട് തുടങ്ങി. അതുകൂടാതെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു ആർട്ട് ഫെസ്റ്റ്, അവരുടെ എക്സിബിഷനും അവരുടെ സ്റ്റേജ് ഷോ ഒക്കെ ആയിട്ട് ഒരു ആർട്ട് ഫെസ്റ്റ് സംഘടിപ്പിക്കാനായിട്ട് ഞാൻ പ്ലാൻ ഇട്ടു. ആ ഒരു സമയത്താണെങ്കിൽ പോലും ഈ പറയുന്ന എഴുത്തുകാരി പമീലയാണ് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തത് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനും. കൂടാതെ അതിന് വേണ്ട ഫൈനാൻഷ്യൽ സപ്പോർട്ട് തന്നതിൽ മെയിൻ പങ്ക് അമേരിക്കയിലുള്ള ഏതോ സ്ഥലത്ത് കിടക്കുന്ന ഒരു എഴുത്തുകാരി പമീല മാത്യൂസിനുണ്ട്. ഇതിൻ്റെ ഇടയിലൊക്കെ ഞാൻ സ്വയം പഠിക്കുകയായിരുന്നു സ്വപ്നങ്ങളെക്കുറിച്ച്, അതെങ്ങനെ ചേസ് ചെയ്യാം. അതിന് നമുക്ക് ഇപ്പോൾ 0 പോസിബിലിറ്റി ആണെങ്കിലും നമ്മളൊന്ന് ഇരുത്തി ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് പുതിയ പുതിയ വാതിലുകൾ തുറക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഓരോ ഓപ്പർച്യൂണിറ്റി ഞാൻ ഗ്രാബ് ചെയ്തു, കൂടുതൽ ഇൻഫർമേഷൻസ് മനസ്സിലാക്കി. സെൽഫ് പബ്ലിഷിങ്, സ്വന്തമായിട്ട് പബ്ലിഷ് ചെയ്യാൻ പറ്റും എന്നൊരു സംഭവം എനിക്ക് മനസ്സിലാക്കി. അതുകൂടാതെ ഇന്ത്യയിൽ നോഷൻ പ്രസ് പോലെ സപ്പോർട്ടഡ് സെൽഫ് പബ്ലിഷിങ് ആ ഒരു സർവീസ് കൊടുക്കുന്ന കമ്പനീസൊക്കെ ഉണ്ട്. മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു ഇൻഫർമേഷൻ വെച്ചിട്ട് 3 രീതിയിൽ നമുക്ക് ബുക്ക് പബ്ലിഷ് ചെയ്യാം. ഒന്ന്, ഒരു ബിഗ് പബ്ലിഷേഴ്സിനെ സമീപിച്ചിട്ട് ബുക്കിൻ്റെ കോണ്ടൻറ്റ് അവർക്ക് കൊടുത്തിട്ട് അവരുടെ അടുത്ത് പബ്ലിഷ് ചെയ്യാൻ പറയുക. അപ്പോൾ ഓരോ ബുക്ക് വിറ്റ് അതിൻ്റെ കോപ്പീസിന് നമുക്ക് റോയാലിറ്റി കിട്ടും. അതുകൂടാതെ ഈ പറഞ്ഞ പോലെ സപ്പോർട്ടഡ് സെൽഫ് പബ്ലിഷിങ് അത് ചെയ്യുന്ന കുറച്ച് കമ്പനീസ് ഇന്ത്യയിലുണ്ട്. അവരെന്താ ചെയ്യുകയെന്ന് പറഞ്ഞാൽ സെൽഫ് പബ്ലിഷിങ്ങും അല്ല, നേരത്തെ പറഞ്ഞ പോലെ ട്രഡീഷണൽ ആയിട്ടുള്ള പബ്ലിഷിങ് മെത്തേഡും അല്ല. അവർ നമ്മളെ ബുക്ക് പബ്ലിഷ് ചെയ്യാനുള്ള എല്ലാ സപ്പോർട്ടും നമുക്ക് തരും. നമുക്ക് ഡിസൈനർ തരും, കോണ്ടൻറ് റൈറ്റർ, പ്രൂഫ് റീഡർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ നമുക്ക് സപ്പോർട്ട് ചെയ്യും. പക്ഷേ അതിനൊരു എമൗണ്ട് നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ടി വരും. അതുകൂടാതെ ബുക്ക് വിൽക്കാനുള്ള സപ്പോർട്ടും അതിൻ്റെ മാർക്കറ്റിംഗ് കാര്യങ്ങൾ അവർ ചെയ്തു തരും. അതാണ് സപ്പോർട്ടഡ് സെൽഫ് പബ്ലിഷിങ്. അതുകൂടാതെ മൂന്നാമത്തെ ഒരു കാറ്റഗറി കൂടി ഉണ്ട്, സ്വന്തമായിട്ടങ്ങ് പബ്ലിഷ് ചെയ്യുക. ആരുടെ അടുത്തും ചോദിക്കാതെ, ആരുടെ അനുവാദം കാത്തിക്കാതെ സ്വന്തം പേരിൽ ബുക്ക് പ്രിൻ്റ് ചെയ്ത് അങ്ങോട്ട് പബ്ലിഷ് ചെയ്യുക. അതാണ് മൂന്നാമത്തെ കാറ്റഗറി, സെൽഫ് പബ്ലിഷിങ്. ഇത് 3 ചെയ്യുന്ന ഒരുപാട് എഴുത്തുകാർക്ക് എനിക്ക് പരിചയമുണ്ട്. അവരുമായിട്ട് ബന്ധപ്പെട്ടു, അവരുമായിട്ട് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തു. പിന്നെ ഞാൻ മനസ്സിലാക്കി നമുക്ക് നല്ലൊരു ഓഡിയൻസ് ഉണ്ടെങ്കിൽ, നമുക്ക് നല്ലൊരു ബ്രാൻഡ് വാല്യൂ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന പബ്ലിഷേഴ്സിനൊക്കെ സമീപിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് സ്വന്തമായിട്ട് പബ്ലിഷ് ചെയ്യുന്ന കേസേ ഉള്ളൂ. അങ്ങനെയാണ് കഴിഞ്ഞ 1.5 വർഷം മുൻപ് ഞാൻ തീരുമാനിക്കുന്നത് ചിത്രകല എന്നുള്ള വിഷയത്തിൽ ബുക്ക് പബ്ലിഷ് ചെയ്യാം. എന്തുകൊണ്ട് ചിത്രകല ചൂസ് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പുസ്തകത്തിൽ ഞാൻ എഴുതിയിട്ടുള്ള പോലെ ചിത്രകല അതിനേക്കാൾ പ്രാധാന്യമുള്ള മറ്റൊന്നും എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവാനും പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ പബ്ലിഷ് ചെയ്യുന്ന ആദ്യത്തെ ബുക്ക് ചിത്രകല എന്നുള്ള ടോപ്പിക്കിൽ വേണമെന്ന് തീരുമാനിച്ചു. ചിത്രകല ആഴത്തിലറിയാം. ഞാൻ ചെയ്യുന്ന ആദ്യത്തെ ബുക്കിന് പേരിട്ടു പെൻസിൽ ഡ്രോയിങ്ങിലെ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടും. ഈ ആർട്ടിൻ്റെ വിഷ്വൽ ആർട്സ്, ചിത്രകലയുടെ ബേസിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തി 8 ചാപ്റ്ററുള്ളൊരു ബുക്ക് നമ്മൾ അങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്. അതിൽ നമ്മുടെ ഓൺലൈൻ കോഴ്സായ A to Z പെൻസിൽ ഡ്രോയിങ് കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അങ്ങനെ ആ ബുക്ക് എഴുതി കംപ്ലീറ്റ് ആക്കി. അത് മലയാളത്തിൽ എഴുതുന്ന സമയത്ത് ഒട്ടേറെ ചാലഞ്ചസ് ഉണ്ടായിരുന്നു. എന്നാലും അതിലൊക്കെ എന്നെ ഓവർകം ചെയ്യാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നത് +1 +2 കാലഘട്ടമായിരുന്നു. +1 +2 കാലഘട്ടത്തിൽ നമ്മുടെ ക്ലാസ് ടീച്ചർ ജയലക്ഷ്മി ടീച്ചർ, എനിക്ക് ചെറിയൊരു ഗ്യാങ് ഒക്കെ ഉണ്ടായിരുന്നു അന്ന് സ്കൂൾ കാലഘട്ടത്തിൽ, USSR എന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾ ഒരുപാട് ചെറിയ ചെറിയ പരിപാടികളൊക്കെ നടത്തി, ഇടയ്ക്ക് ഓഫീസ് റൂമിൽ കയറുക, ചീത്തയൊക്കെ ഇറങ്ങുക, അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളെല്ലാവരും നല്ല രീതിയിൽ പഠിക്കുന്ന കുട്ടികളായതുകൊണ്ട് തന്നെ ടീച്ചേഴ്സിനൊക്കെ ഒരുവിധം ഇഷ്ടമൊക്കെ ആയിരുന്നു. ഞാനാണെങ്കിൽ മലയാളത്തിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. മലയാളം ക്ലാസ്സുകൾ ഭയങ്കര ആക്റ്റീവാണ്, എല്ലാ പരിപാടികളിലും പങ്കെടുക്കുകയൊക്കെ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ജയലക്ഷ്മി ടീച്ചറും ഞാൻ തമ്മിലൊരു പ്രത്യേക തരത്തിലുള്ള ആത്മബന്ധം ഉണ്ടായിരുന്നു. മലയാളം ക്ലാസ്സുകളിൽ ഓരോ പാഠം പഠിക്കുമ്പോഴും, ഓരോ കവിത പഠിപ്പിക്കുമ്പോഴും, ഓരോ കഥ പഠിപ്പിക്കുമ്പോഴും ജയലക്ഷ്മി ടീച്ചർ എനിക്കൊരു സ്ഥാനം ആ ക്ലാസ്സിൻ്റെ അകത്ത് തന്നിട്ടുണ്ടായിരുന്നു. ആ കവിതയെക്കുറിച്ച് അല്ലെങ്കിൽ ആ കഥയെക്കുറിച്ച് സച്ചിൻ്റേതായ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനായിട്ടൊരു സമയം എനിക്ക് ടീച്ചർ തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതെനിക്ക് നല്ലൊരു എക്സ്പോഷർ ആയിരുന്നു തന്നിരുന്നത്. ക്ലാസ്സിലെ മറ്റു കുട്ടികളുടെ മുമ്പിൽ ഷൈൻ ചെയ്യാനും. ഇപ്പോൾ ടീച്ചർ ഓരോ കവിത എടുക്കും മുമ്പ്, ചിലപ്പോൾ അടുത്ത ചാപ്റ്റർ എടുക്കും മുമ്പ് ഞാൻ ആ ചാപ്റ്ററിനെ കുറിച്ച് നേരത്തെ പഠിച്ചു വയ്ക്കും. എന്താണെന്ന് വെച്ചാൽ ടീച്ചർ ആ ക്ലാസ്സിൽ എടുക്കുന്ന സമയത്ത് വേറൊരു പേഴ്സ്പെക്റ്റീവിൽ, എൻ്റേതായ പേഴ്സ്പെക്റ്റീവിൽ, ചിലപ്പോൾ എഴുത്തുകാരൻ പോലും കാണാത്ത രീതിയിലുള്ള പേഴ്സ്പെക്റ്റീവിൽ ആ മലയാളം കവിത അല്ലെങ്കിൽ ആ കഥ മാറ്റി അതിനെ അവതരിപ്പിക്കാനായിട്ട് എനിക്ക് സാധിച്ചിരുന്നു. അപ്പം അതിനൊക്കെ ഒരുപാട് പ്രോത്സാഹനം തന്നത് ഈ മലയാളം ക്ലാസ്സും നമ്മുടെ ജയലക്ഷ്മി ടീച്ചറൊക്കെയാണ്. അതുകൊണ്ട് ഈ മലയാളം എൻ്റെ ലൈഫിനോട് ഒരുപാട് അടുത്ത് നിൽക്കുന്നൊരു ഭാഷയായിട്ട് മാറി. പതിയെ പതിയെ കൂടുതൽ വായിക്കാനും വായിച്ചതിനെ കുറിച്ച് കുറച്ചും കൂടി ചിന്തിച്ച് പുതിയ അർത്ഥതലങ്ങൾ കണ്ടുപിടിക്കാനൊക്കെ ശ്രമിച്ചായിരുന്നു. ആ ഒരു +1 +2 കാലഘട്ടം എനിക്ക് തന്നത് മലയാള ഭാഷയോട്
എന്നെ കൂടുതൽ അടുപ്പിച്ച ഒരു സാഹചര്യമായിരുന്നു. സോ അതൊക്കെയാണ് മലയാളത്തിൽ ഇങ്ങനൊരു ബുക്ക് പബ്ലിഷ് ചെയ്യാനായിട്ട് എനിക്ക് ധൈര്യം തന്നൊരു കാര്യം. ഈ ബുക്കിൻ്റെ A to Z കാര്യങ്ങൾ ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്തത്. ബുക്ക് എഴുതുന്നതും ബുക്കിൻ്റെ ഡിസൈനിങ്ങും കവർ ഡിസൈനിങ്ങും ബുക്കിന് ടൈറ്റിൽ കൊടുക്കുന്നതും ബുക്കിലെ ഓരോ ഫോട്ടോസ് ഞാൻ എടുക്കുന്നതും ആ ബുക്കിൻ്റെ പ്രൂഫ് റീഡിങ് വരെ ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്തിട്ടുള്ളത്. ആ ഒരു ധൈര്യമൊക്കെ തന്നത് ആ ഒരു കാലഘട്ടമായിരുന്നു. അതുകൂടാതെ ഈ ബുക്ക് പബ്ലിഷ് ചെയ്യാനായിട്ട് സ്വാധീനിച്ച അടുത്ത വ്യക്തി എന്ന് പറയുന്നത് എൻ്റെ ഗുരുനാഥൻ പ്രതുൽ മാഷ് തന്നെയാണ്. 4ാം ക്ലാസ് മുതലാണ് ഞാൻ ചിത്രകല പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ട് അവിടെ ഇരുന്നാണ് പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. 7ാം ക്ലാസ് വരെ ചിത്രകല പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോഴും ആർട്ടിലൊരു ഗുരു എന്നുള്ള സ്ഥാനത്ത് എൻ്റെ റോൾ മോഡലായിട്ട് കാണുന്നത് പ്രതുൽ മാഷിനെ തന്നെയാണ്. അദ്ദേഹം പഠിപ്പിച്ചിരുന്ന ഓരോ കാര്യങ്ങളും ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ആ സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോയതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനൊരു കാര്യത്തിൽ ധൈര്യമായിട്ട് മുന്നോട്ട് ഇറങ്ങാനായിട്ട് എനിക്ക് സാധിച്ചത്. ഈ ബുക്കിൻ്റെ സാമ്പിൾ കോപ്പി ഞാൻ എടുത്തിട്ട് 3 സാമ്പിൾ കോപ്പി എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത് ബൾക്കായിട്ട് പ്രിൻ്റ് ചെയ്യാൻ മുൻപ്. അതിലൊരു കോപ്പി ഞാൻ വീട്ടിൽ അച്ഛനമ്മയ്ക്ക് കൊടുത്തു. 2ാമത്തെ കോപ്പി ജയലക്ഷ്മി ടീച്ചർക്ക് അയച്ചു കൊടുത്തു. 3ാമത്തെ കോപ്പി പ്രതുൽ മാഷാണ് അയച്ചു കൊടുത്തത്. അവരുടെ ഫീഡ്ബാക്കുകൾ കളക്ട് ചെയ്തു. ജയലക്ഷ്മി ടീച്ചർക്ക് ഒരുപാട് സന്തോഷമായിരുന്നു. പ്രതുൽ മാഷിന് ഒരുപാട് സന്തോഷമുണ്ടായി ഇങ്ങനെ ബുക്ക് കണ്ട സമയത്ത്. ടീച്ചർ എനിക്കൊരു അവതാരിക എഴുതി തന്നിട്ടുണ്ടായിരുന്നു. ഈ ബുക്കിൻ്റെ ആദ്യത്തെ പേജസിൽ ജയലക്ഷ്മി ടീച്ചർ എഴുതിയ അവതാരികയുണ്ട്. സോ ഒരുപാട് ഇമോഷൻസിലൂടെ ഒരുപാട് സന്തോഷത്തിലൂടെയാണ് ബുക്ക് എഴുതുന്ന ആ ഒരു സമയം, ആ ഒരു കാലഘട്ടം എന്നെ കൊണ്ടുപോയത്. പിന്നീട് ഈ പറയുന്ന പോലെ തന്നെ ആദ്യം ബുക്കിൻ്റെ അകത്ത് വീഡിയോസ് ഇൻക്ലൂഡ് ചെയ്യാനുള്ള ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. എഴുതി കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ചൊരു മാസം ഗ്യാപ്പ് എടുത്തിട്ട് ഞാൻ ആലോചിച്ചു എങ്ങനെ സ്പെഷ്യലാക്കാം നമ്മുടെ ബുക്ക്. കാരണം നമ്മളൊരു ബുക്ക് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത്, നമ്മുടെ ആർട്ട് ലവേഴ്സിന് വേണ്ടി സ്പെഷ്യലി ചെയ്യുന്ന സമയത്ത് അതിന് ഒരു നോർമൽ ബുക്ക് പോലെ ആവരുത്, എന്തെങ്കിലും സ്പെഷ്യാലിറ്റി വേണം. അങ്ങനെയാണ് നമ്മൾ ബുക്കിൻ്റെ അകത്ത് QR കോഡ് ഇൻക്ലൂഡ് ചെയ്യാനും കുറച്ച് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണെങ്കിലും അതിൻ്റെ അകത്ത് വീഡിയോസ് ഇൻക്ലൂഡ് ചെയ്യാനും ആ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ടെക്നോളജിയൊക്കെ അതിനോട് ഇൻ്റഗ്രേറ്റ് ചെയ്യാനൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. കൂടാതെ ബുക്കിൻ്റെ അകത്ത് വരച്ച് പഠിക്കണം. അതായത് ബുക്ക് നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ വരച്ച് പഠിക്കാനായിട്ട് വേറൊരു ബുക്ക് നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട ആവശ്യം വരരുത്. അതുകൊണ്ട് തന്നെ ബുക്കിൻ്റെ അകത്ത് തന്നെ വരച്ച് പഠിക്കാനുള്ള പേജസൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ലെവലിലുള്ള ഈ ഒരു ബുക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൂടാതെ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ക്രാഫ്റ്റ് സ്റ്റേഷൻ എന്ന് പറയുന്ന ആർട്ട് ഷോപ്പാണ്. ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. അന്ന് വർഷങ്ങൾക്ക് മുൻപ് സച്ചിൻ MS എന്ന വ്യക്തി ഒരു A4 പേപ്പർ എടുത്ത് അതിൻ്റെ 2 സൈഡിലായിട്ട് ഷോർട്ട് ടൈം ഗോൾസും ലോങ് ടൈം ഗോൾസും എഴുതി. അവിടെ നിന്നുമാണ് ഈ ഫുൾ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാനിപ്പോൾ ചെയ്യുന്നത് എന്തൊക്കെയാണോ അതൊക്കെ ആ A4 പേപ്പറുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ട സ്വപ്നങ്ങളിലൂടെയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ആ ഒരു A4 പേപ്പറിൽ ബുക്ക് പബ്ലിഷ് ചെയ്യാനുള്ള ഡ്രീം ഞാൻ എഴുതിയ സമയത്ത് എനിക്ക് പോലും അറിയുന്നുണ്ടായിരുന്നില്ല ഞാൻ അതെങ്ങനെ ചെയ്യുന്നുള്ളത്. പക്ഷെ അതിലേക്ക് നമ്മൾ ഫുൾ എഫേർട്ട് ഇട്ട സമയത്ത് കുഞ്ഞു കുഞ്ഞു പോസിബിലിറ്റീസ് കണ്ടു തുടങ്ങി. അത് പിടിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് പുതിയ പുതിയ വാതിലുകൾ തുറന്നു, പുതിയ ആൾക്കാരെ പരിചയപ്പെട്ടു, അവരൊക്കെ നമുക്ക് സപ്പോർട്ടായിട്ട് വന്നു. സോ അങ്ങനെയാണ് എൻ്റെ സ്റ്റോറി മുന്നോട്ട് പോകുന്നത്. ഇനിയും ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, ഇപ്പോഴും എഴുതി വെച്ച ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. അതൊക്കെ എങ്ങനെ പോസിബിൾ ആകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷെ അതിലേക്കൊക്കെ ഇറങ്ങുന്ന സമയത്ത് എനിക്ക് ഉറപ്പുണ്ട് നമ്മുടെ ഫുൾ എഫേർട്ട് കൊടുത്തു കഴിഞ്ഞാൽ, നമ്മുടെ ഫുൾ പാഷനേറ്റ് ആയിട്ട് നമ്മുടെ ഫുൾ ഹാർഡ് വർക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യങ്ങൾ നമുക്ക് ചുറ്റും ഉണ്ടാവും. അതിനെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. അത്തരത്തിൽ സാഹചര്യമില്ലെങ്കിൽ കൂടി ഒരുപാട് സ്വപ്നം കാണുന്ന, ഒരുപാട് പോസിബിലിറ്റീസ് തേടി പോകുന്ന, ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആർട്ട് ലവേഴ്സിന് വേണ്ടി ഈ പുസ്തകം ഞാൻ സമർപ്പിക്കുന്നു.